വെള്ളം കയറി മുങ്ങിപ്പോയ മോട്ടർ സർവീസ് ചെയ്യുന്ന ഒരു വീഡിയോസാണ് ഇപ്പോൾ കാണിക്കാൻ പോണത്. എല്ലാ മോട്ടോർ പണിക്കാരും ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ നിങ്ങൾക്ക് പരമാവധി ടെക്നിക്കൽ ഐഡിയാസ് ഉള്ളവർ സ്വന്തമായിട്ട് ചെയ്ത് നോക്കാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഈ കവറ് അഴിച്ചെടുക്കുക. കവർ അഴിച്ചതിന് ശേഷം ഫാനിൻ്റെ മോട്ടറിൻ്റെ ബാക്കിലെ ഫാനിൻ്റെ ക്ലിപ്പ് ആദ്യം ടൈറ്റ് നോക്കുക, അടിച്ചു ഊരി നോക്കുക. ക്ലിപ്പ് ഊരുക. സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഒന്ന് പതുക്കെ തിക്കി അതിൻ്റെ ഫാൻ അഴിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ നെട്ട് ലൂസ് ചെയ്യുക. ഈ 3 നെട്ട് ലൂസ് ചെയ്യുക. ചില മോട്ടറിൻ്റെ ഫ്രണ്ടിലും ഉണ്ടാവും. ഇതിപ്പോൾ ഒറ്റ ലിവർ ആയതുകൊണ്ടാണ് ചിലതിൻ്റെ ഇവിടെ അഴിക്കേണ്ടി വരും. ഈ ബോൾട്ട് എല്ലാം അഴിച്ചതിന് ശേഷം, അതായത് ഇവിടെ ബോൾട്ടുള്ളതിൻ്റെ ആ സൈഡും അഴിച്ചതിന് ശേഷം സൈഡ് നോക്കി നോക്കുക. ആ ഫ്രണ്ട് സൈഡും ഇവിടെ എന്തെങ്കിലും മാർക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ടും ബാക്കും ഒരിക്കലും മാറരുത്. അതിനുശേഷം നമ്മൾ ആ മോട്ടർ ഇതിനെടുത്തിട്ട് ഒന്ന് പതുക്കെ കുത്താം. താഴത്തേന് കുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ആർമേച്ചറൊക്കെ ഊരി പോരും. അതിനുശേഷം കോയിൽ മാത്രമായിട്ട് നമ്മൾ എടുക്കുക. ഇത് നമുക്ക് അവസാനം ഇതേപോലെ റിസൾട്ട് കിട്ടും. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബൾബ് വെച്ചിട്ട് ഇതിനെ ഹീറ്റ് ചെയ്യുക. വെയിലത്ത് വെച്ച് ഹീറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം ഇതിൻ്റെ കോയിലിൻ്റെ ഉള്ളിലുള്ള വെള്ളം ഒരു കാരണവശാലും പോകില്ല. ഇതുപോലെ ഒരു 3-4 മണിക്കൂർ മോട്ടർ ഇട്ട് വെക്കുക. എല്ലാ മോട്ടോർ പണിക്കാരും ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ടെക്നിക്കൽ ഐഡിയാസ് ഉള്ളവർ തീർച്ചയായിട്ടും ഇത് തന്നെ ചെയ്യുക. കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ കുറേ സമയം എടുക്കും, ഡിലേ വരും. എല്ലായിടത്തും ഒരുപാട് മോട്ടർ 100-100 മോട്ടറൊക്കെയാണ് ഒരു സർവീസ് സെന്ററിൽ വരുന്നത്. ഓക്കെ, നിങ്ങൾ ചെറിയ സ്പാനറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് കഴിഞ്ഞിട്ട് വെള്ളം കയറുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാൻ നിൽക്കരുത്. ഞങ്ങളുടെ കൊണ്ടുവരും, ഞങ്ങളുടെ പണികളായിരുന്നു. Thank you for watching this video. Subscribe our channel's Use Media and click the bell icon to stay tuned for more videos and information.